ഇബാ മേക്കപ്പ് യൂസ് ചെയ്യല്ലോ? മേക്കപ്പ് നോർമൽ മേക്കപ്പ് പറഞ്ഞാൽ ഓക്കെ ഓക്കെ, ഒറ്റ മിനിറ്റ്. ഗെറ്റ് റെഡി വിത്ത് മീ അറിയില്ലേ, ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇബാ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫേസിൽ യൂസ് ചെയ്യുന്ന ഈ മേക്കപ്പ് സാധനങ്ങൾക്ക് മാത്രം എത്ര നേരം എടുക്കും? അങ്ങനെ ടൈം ഒന്നും പറയാൻ, എന്നാലും മിനിമം ഒരു കണക്കുണ്ടാവുമല്ലോ. മേക്കപ്പിന്റെ മുന്നേ സ്കിൻ കെയർ ചെയ്യണം. എല്ലാ കെയറും ചെയ്ത് വരുമ്പോൾ 10 മണിക്ക് ഇറങ്ങണമെങ്കിൽ ആ 7 മണിക്ക് തന്നെ പരിപാടി തുടങ്ങണം അർത്ഥം. അതൊക്കെ നമുക്ക് 10 മിനിറ്റിൽ ചെയ്യാലോ. 10 മിനിറ്റ് കൊണ്ട് എന്റെ മേക്കപ്പ് കംപ്ലീറ്റ് തീരും. ഫേസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ. ഓക്കെ, അപ്പൊ ഈ ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്ന ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടാവല്ലോ, എന്തായാലും ലോക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യില്ലല്ലോ? നല്ല ബ്രാൻഡ് ഓക്കെ. അപ്പൊ അതിനു വേണ്ടി എത്ര രൂപ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യും? അങ്ങനെയല്ല, എത്ര രൂപ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യും? അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും അടിപൊളി ബ്രാൻഡ് ഏതാണ് പറയാൻ പറ്റുമോ? എന്നാ ഞാൻ പറയാൻ കാരണം ഈ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാവശ്യം ഞാൻ ആ പൗച്ച് കണ്ടിന്, ഈ മേക്കപ്പ് ഇടാൻ വേണ്ടി സമയത്ത് ഈ പുറത്ത് കിട്ടുന്ന സമയത്താണ് ഞാൻ അതിലൊരു പേര് കണ്ട്, മിനിമലിസ്റ്റ്. ആ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് മറ്റ് ബ്രാൻഡ്സിനേക്കാൾ വേറൊരു കാര്യത്തിൽ സ്പെഷ്യാലിറ്റി കൂടുതലാണ്. ആ ഒരു ബ്രാൻഡിന് മാത്രമുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അറിയാം. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ വരുന്ന ഒരു ചെറിയ മാറ്റാണ് ബാക്കിയുള്ള ബ്രാൻഡ്സിൽ നിന്നും മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ മാറ്റി നിർത്തുന്നത്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? അതായത് ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെ ഒരു മാർക്കറ്റിംഗിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തത്. പക്ഷെ മിനിമലിസ്റ്റ് അങ്ങനെയല്ല. മിനിമലിസ്റ്റ് സ്പെൻഡ് ചെയ്തത് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തത്. ഇതിന്റെ ഒരു ഡിഫറൻസ് എവിടെ വരാന്നറിയോ? മാർക്കറ്റിംഗിൽ ശരിക്കും നല്ല സ്പെൻഡ് ചെയ്യണം, കാരണം കൂടുതൽ ജനങ്ങൾ അറിഞ്ഞാലേ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. പക്ഷെ മിനിമലിസ്റ്റ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാറ്റജി അല്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എപ്പോഴും കൊടുക്കുന്ന പൈസക്ക് വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ അവർ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് കംപ്ലീറ്റും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ നല്ല പൈസ ഇറക്കുന്നത്. അത്രയും അവർ സ്പെൻഡ് ചെയ്ത് ഇറക്കുന്ന കംപ്ലീറ്റ് കോസ്റ്റ്ലി റോ മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് മിനിമലിസ്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് നല്ല രീതിയിലുള്ള മാർക്കറ്റ് വാല്യൂ കിട്ടിയത്. അതുകൊണ്ട് അവർക്ക് വേറെ ഈ ഒരു 8 മാസം കൊണ്ടാണ് 100 കോടിയോളം 8 മാസം കൊണ്ട് അവർ ഏൺ ചെയ്തത് 100 കോടിയിലധികം രൂപയാണ്. സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കെൻവിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.